വയനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. LDFും UDFും BJPയുമാണ് ഹർത്താലിൽ ആഹ്വാനം ചെയ്തത്. അതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം വയനാട്ടിലെത്തിച്ചിട്ടുണ്ട്. മൃതദേഹവുമായി പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നാട്ടുകാർ വൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 6 മണി മുതലാണ് ജില്ലയിലെ ഹർത്താൽ തുടങ്ങിയത്. ജില്ലാ കവാടമായ ലക്കിടി, മാനന്തവാടി തുടങ്ങിയ മിക്ക സ്ഥലങ്ങളിലും വാഹനങ്ങൾ തടയുന്നുണ്ട്. KSRTC ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ, ടാക്സി എന്നിവയൊന്നും നിരത്തിലിറങ്ങിയില്ല. ആശുപത്രി ആവശ്യത്തിനായി പോകുന്ന സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നടത്തുന്ന ഹർത്താലിൽ എല്ലാ രീതിയിലും ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പേളിന്റെ മൃതദേഹവുമായി പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. ശനിയാഴ്ച രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോയ പേളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിൽ എത്തിച്ചതോടെയായിരുന്നു പ്രതിഷേധം. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിൽ ഒരാൾക്ക് ജോലി, മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങളാണ് കുടുംബാംഗങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിച്ചതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് വിവരം. MLA, ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വെള്ളിയാഴ്ച പോളിന്റെ വീട് സന്ദർശിച്ചിരുന്നു. വനംവകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു പോളിന്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് വനംവകുപ്പ് കീഴിലുള്ള കുറുവ വനസംരക്ഷണ സമിതി ഏറ്റെടുക്കുമെന്ന് അനൌദ്യോഗികമായ വിവരം ലഭിച്ചിരുന്നു. പോളിന്റെ ചികിത്സയിൽ പിഴവുണ്ടായിട്ടില്ലെന്ന് വ്യക്തമാക്കി മാനന്തവാടി ആശുപത്രി വെള്ളിയാഴ്ച വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നു. വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ പോളിനെ ചികിത്സിച്ചിരുന്നു. കാർഡിയോവാസ്കുലർ ശസ്ത്രക്രിയ ആവശ്യമായ ഘട്ടത്തിലാണ് കോഴിക്കോട്ടേക്ക് റഫർ ചെയ്തത്. അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം 8ാം ദിവസവും തുടരുകയാണ്. ദൗത്യം നീളുന്നതിൽ ജനങ്ങൾക്ക് കടുത്ത പ്രതിഷേധമാണുള്ളത്. ആനയുടെ ആക്രമണത്തിൽ പടനിലം സ്വദേശി അജീഷ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞയാഴ്ചയാണ്. സർവ്വസന്നാഹവുമായി ഇറങ്ങിയിട്ടും ദൗത്യസംഘത്തിന് ബേലൂർ മഗ്നയെ മയക്കുവെടിവെക്കാനായിട്ടില്ല. കഴിഞ്ഞ ദിവസം പനവല്ലിക്ക് സമീപമുള്ള കുന്നുകളിലായിരുന്നു ബേലൂർ മഗ്നയെ തമ്പടിച്ചത്. മയക്കുവെടിവെക്കാൻ പാകത്തിന് ദൗത്യസംഘത്തിന് ആനയെ 6ാം ദിവസവും അടുത്തു കിട്ടിയില്ല. സർക്കാർ പ്രത്യേക താൽപ്പര്യമെടുത്ത് ബേലൂർ മഗ്ന ദൗത്യത്തിനായി വയനാട്ടിലേക്ക് നിയോഗിച്ച ഡോക്ടർ അരുൺ സക്കറിയയും ഇന്നലെ ദൗത്യസംഘത്തിനൊപ്പം ചേർന്നിരുന്നു. റാപ്പിഡ് റെസ്പോൺസ് ടീമും വെറ്റിനറി ടീമും സർവ്വസന്നാഹങ്ങളുമായി തമ്പടിച്ചിട്ടും ബേലൂർ മഗ്ന ഒളിച്ചുകളി തുടരുന്നു. ഈ ദിവസങ്ങൾക്കിടയിൽ ദൗത്യസംഘം ആനയെ നേരിൽ കണ്ടത് വിരലിലെണ്ണാവുന്ന തവണ മാത്രമാണ്. ഇതിനിടയിൽ 2 വട്ടം ദൗത്യസംഘം മയക്കുവെടി ഉയർത്തിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തഴച്ചു വളർന്നു നിൽക്കുന്ന അടിക്കാടിന്റെ മറവ് പറ്റി ബേലൂർ മഗ്ന അതിവേഗം നീങ്ങുന്നതാണ് ദൗത്യത്തിന് തിരിച്ചടിയാകുന്നത്. ബേലൂർ മഗ്നയ്ക്കൊപ്പം അക്രമകാരിയായ മറ്റൊരു മൊഴയാന കൂടിയുള്ളത് ദൗത്യസംഘത്തിന് കൂടുതൽ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഇതിനിടെ പുലിയും ദൗത്യസംഘത്തിനെതിരെ തിരിഞ്ഞിരുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ജനങ്ങൾ വാഹനങ്ങളടക്കം തടയുമെന്ന് ഹർത്താൽ അനുകൂലികൾ വ്യക്തമാക്കിയിരുന്നു.